Good morning, all. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, കുറച്ചുകൂടി ക്ലാസ്സിൽ വരാനുണ്ടെന്ന് തോന്നണം അല്ലേ? അപ്പോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പുതിയൊരു വീക്ക് സ്റ്റാർട്ട് ചെയ്യാനാണ്. അപ്പൊ നന്നായിട്ട് നല്ല റിഫ്രഷ് മൈൻഡോട് കൂടി നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്റർ ആണ് എടുക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലതല്ല ഏകദേശം ഒരു 10 ക്ലാസ്സോളം നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് അല്ലെ? അപ്പോ നിങ്ങളും എല്ലാ ദിവസവും ചോദിക്കുമായിരുന്നു എല്ലാവരും ഏത് ചാപ്റ്റർ ആണെന്നൊക്കെ അല്ലെ? അപ്പൊ ഒരു 10 ക്ലാസ്സോളം നമ്മൾ ആ സെയിം ഒരു വലിയൊരു ചാപ്റ്റർ ആയിരുന്നു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ തന്നെ ഓരോ പോയിന്റ്സുകളും ബഡ്ജറ്റും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മള് പുതിയ 6th മോഡ്യൂളിലെ ചാപ്റ്റേഴ്സ് ആണ് തുടങ്ങുന്നത്. 6th മോഡ്യൂളിലെ ചാപ്റ്റർ 3 പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളൊരു ചാപ്റ്റർ ആണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. അപ്പൊ അത് അഡ്മിനിസ്ട്രേഷനിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഒരു പേഷ്യന്റ് എന്ന നിലയ്ക്കുള്ള പേഷ്യൻസിന്റെ എന്തൊക്കെയാണ് അവകാശങ്ങള് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് അല്ലെ? നാം ഓരോരുത്തരും ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെല്ലുന്നത് എന്താണ്? പേഷ്യന്റ് ആയിട്ടൊക്കെ ആയിരിക്കും. സോ നമ്മളുടെ അവകാശങ്ങൾ അല്ലെ നമുക്കറിയില്ലാത്തതുമായിട്ടുള്ള നമ്മള് ചിലപ്പോ മെഡിസിൻ വാങ്ങിക്കാൻ ഡോക്ടറെ കാണാൻ വേണ്ടി മാത്രമായിട്ട് പോകുന്നത്. പക്ഷെ അതിന് പുറമെ നമുക്ക് ഒത്തിരി അവകാശങ്ങൾ ഉണ്ടെന്നൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോവുകയാണ്. സോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഒരേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? ഇവിടെ പറയുന്നത് ജസ്റ്റ് പേഷ്യന്റിന്റെ അവകാശങ്ങൾ, നമുക്കുള്ള അവകാശങ്ങളെ കുറിച്ചിട്ടാണ്. വലിയ ബോറിംഗ് ഒന്നും ഇല്ലാത്തൊരു ചാപ്റ്റർ തന്നെയാണ്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞപ്പോ ഒരുപാട് ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് കുറച്ച് ബോറിംഗും പഠിക്കാൻ ഇച്ചിരി കൂടുതലായിട്ടൊക്കെ തോന്നിയോ? ഒരുപാട് ക്ലാസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പഠിക്കാനുണ്ട്, പോയിന്റ്സ് അധികമുണ്ട് അല്ലെ? കേട്ടിരിക്കാനായിട്ട് വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചാപ്റ്റർ തന്നെ ഇങ്ങനെ ഒരുപാട് ദിവസം ടീച്ചർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞപ്പോ കുറച്ച് ബോറിംഗ് ഒക്കെ തോന്നിക്കാണാം. അപ്പൊ നമ്മൾ ഇന്നൊരു പുതിയൊരു ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. ദെൻ നോക്കാം. Chapter 3 Patient's Right and Responsibility. അല്ലെ? പേഷ്യൻസ് റൈറ്റ് ആ വാക്കിൽ തന്നെയുണ്ട്. പേഷ്യന്റിന്റെ അവകാശം അല്ലെ? നാം ഓരോരുത്തരും ഹോസ്പിറ്റലിൽ പോകാറുണ്ട് അല്ലെ? എന്തെങ്കിലും ചെറിയ ചെറിയ അസുഖങ്ങളായിട്ടോ അല്ലെങ്കിൽ നമുക്ക് മാത്രമല്ലാത്ത നമ്മുടെ കുട്ടികൾക്കായാലും നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. സോ നമ്മളൊരു പേഷ്യന്റ് ആയിട്ടാണ് അവിടെ പോകുന്നത്. സോ ഈ പേഷ്യൻസിന് നമുക്ക് അവകാശങ്ങൾ ഉണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമുക്ക് അവകാശങ്ങളുണ്ടോ? ഒരു പേഷ്യന്റ് എന്ന നിലയ്ക്ക് പേഷ്യൻസിന് ഹോസ്പിറ്റലില് അവകാശങ്ങളുണ്ടോ? ഉണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്ന അവകാശങ്ങൾ? എന്തൊക്കെയാണ് അവകാശങ്ങൾ? കെയർ വേണം. ഓക്കെ, പോയിന്റ്സുകൾ പറയാട്ടോ. നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ പറയുക. എന്നിട്ട് നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഓക്കെ, ട്രീറ്റ്മെന്റിനുള്ള അവകാശം, റൈറ്റ് ടു ഗെറ്റ് കെയർ. ഓക്കെ, വേറെ എന്തൊക്കെയാണ് അവകാശങ്ങൾ? ചികിത്സയ്ക്കുള്ള അവകാശം, പരിചരണത്തിനുള്ള അവകാശം, പിന്നെ വേറെ എന്തൊക്കെയാണ്? അത്ര മാത്രമുള്ള ഒരു ഹോസ്പിറ്റലിൽ നമുക്കുള്ള അവകാശങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. നമ്മൾ പല കാര്യങ്ങളും ചിലപ്പോൾ സ്റ്റാഫുകളോടായിട്ടും അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഡോക്ടേഴ്സിനോട് ചോദിക്കാറുണ്ട്. ഈ ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അവകാശം തന്നെയാണ് അല്ലേ? ഇൻഷുറൻസ് ക്ലെയിം. ഓക്കെ, നോ ദ ട്രീറ്റ്മെന്റ്, നമ്മളുടെ ചികിത്സയെ കുറിച്ച് അറിയാനുള്ള അവകാശം. ദെൻ പ്രൈവസി. ഓക്കെ, നമുക്കൊരു സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്. വേറെ എന്തൊക്കെയുണ്ട്? നമുക്ക് തരുന്ന മെഡിസിൻസിനെ കുറിച്ച് അറിയണ്ടേ? അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പോകുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണ് അല്ലേ? നമ്മൾ ചോദിക്കാറുണ്ട്. കംപ്ലൈൻസുകൾ അല്ലേ? നമുക്ക് എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യാൻ പറഞ്ഞു അപ്പൊ നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ ചോദിക്കും അല്ലെ, ഈ ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര ദിവസം നമ്മൾ അഡ്മിറ്റ് ആകേണ്ടതുണ്ട് അല്ലെ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? നമ്മൾ ചോദിക്കും ഡോക്ടറോട്. ഈ ചോദിക്കുന്നത് എന്താണ്? നമ്മുടെ അവകാശമാണ് നമ്മൾ ചോദിക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാതിരുന്നാൽ പോരെ? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്? അതറിയാനുള്ള അവകാശം നമുക്കുണ്ട് അല്ലേ? അപ്പൊ നമുക്കൊരു പേഷ്യന്റ് എന്ന നിലയിൽ ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കുറച്ച് അവകാശങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. റെസ്പോൺസിബിലിറ്റീസ് എന്ന് വെച്ചാൽ എന്താ? ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലേ? ഡോക്ടറിനും നഴ്സിനും സ്റ്റാഫുകൾക്കും ഉത്തരവാദിത്തം ഉള്ളതുപോലെ തന്നെ പേഷ്യൻസിനും റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിനി നോക്കാം. നമ്മൾ ചാപ്റ്ററിലേക്ക് വരാം. പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ആദ്യം പറയുന്നത്. നോക്കാം.
The codes of ethics of Medical and Nursing Council define the duties of doctors and nurses towards the patients. These duties from the basis of patients' rights. കോഡ് ഓഫ് എത്തിക്സിൽ അതായത് മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് കൗൺസിലിന്റെ അതായത് മെഡിക്കൽ പരമായിട്ടും നഴ്സിംഗ് പരമായിട്ടുള്ള കുറെ എന്താണ് ഇപ്പൊ നമ്മള് എക്സാമ്പിൾ പറയണമെങ്കിൽ എത്തിക്കൽ ആൻഡ് ലീഗൽ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചോ? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ, IMC എന്നൊക്കെ പറഞ്ഞ് പഠിച്ചോ? ഓർക്കുന്നുണ്ടോ? IMC പഠിച്ചോ? ഓക്കെ, അപ്പൊ ഇതെല്ലാമാണ് ഈ മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് കൗൺസിലുകളാണ് അതൊക്കെ അല്ലേ? സോ ഇങ്ങനെയുള്ള കൗൺസിലുകളില് കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള IMC ഒക്കെ ഒരു എക്സാമ്പിൾ ആണ്. സോ അങ്ങനെയുള്ള ഒരു മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് കൗൺസിലുകള് പേഷ്യൻസിനോടുള്ള ഡോക്ടേഴ്സിന്റെയും നഴ്സിന്റെയും കുറച്ച് ഡ്യൂട്ടീസിനെ കുറിച്ച് പരാമർശിക്കുന്നത്. IMCയും അതുപോലെ IMC തുടങ്ങിയ മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് കൗൺസിലുകൾ അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള കൗൺസിലുകള് പേഷ്യൻസിനോടുള്ള ഡോക്ടേഴ്സിന്റെയും നഴ്സസിന്റെയും എന്താണ് കടമകൾ നിർവചിക്കുന്നത്. കടമകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്യൂട്ടീസ് അല്ലെ? ഇന്ന കാര്യങ്ങള് കെയർ കൊടുക്കുക, ട്രീറ്റ്മെന്റ്സ് കൊടുക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങള് ഇങ്ങനെയുള്ള മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് കൗൺസിലുകൾ നിർദ്ദേശിക്കുന്നു. Thus, these duties from the basis of patient rights. ഈ ഡ്യൂട്ടീസ് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പേഷ്യൻസ് റൈറ്റ്, പേഷ്യൻസിന്റെ അവകാശങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് കൗൺസിലുകൾ പോലെയുള്ള കൗൺസിലുകൾ എക്സാമ്പിൾ ആണ് IMC ഒക്കെ പറയാം, തുടങ്ങിയിട്ടുള്ള പല പല കൗൺസിലുകൾ ഉണ്ട് അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള കൗൺസിലുകള് ഡോക്ടേഴ്സും നഴ്സും പേഷ്യൻസിനോടുള്ള കടമകളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ കടമകളിലെല്ലാം പ്രധാനമായിട്ട് പറയുന്നത് എന്താണ്? പേഷ്യൻസിന്റെ റൈറ്റ്സ് ആണ്, രോഗികൾക്കുള്ള അവകാശമാണ്. Then, right to personal dignity and to receive care without any form of stigma and discrimination. Clear? അപ്പോ റൈറ്റ് ടു പേഴ്സണൽ ഡിഗ്നിറ്റി ടു റിസീവ് കെയർ. ഒരു പേഷ്യൻസിന് നമ്മൾ കൊടുക്കേണ്ടത്, അവൻ സ്വീകരിക്കേണ്ടത് ഒരു പേഴ്സണൽ ആയിട്ടുള്ള കെയറുകളും പരിചരണം സ്വീകരിക്കണം. ഫ്രം വിത്തൗട്ട് എനി സ്റ്റിഗ്മ ആൻഡ് ഡിസ്ക്രിമിനേഷൻ അല്ലേ? വ്യക്തിപരമായിട്ട് സ്റ്റിഗ്മ എന്ന് വെച്ചാൽ എന്താണ്? ഒരു അന്തസ്, അവന്റെ ഒരു എന്താ പറയാ, നമ്മൾ പറയാറില്ലേ ഓരോരുത്തരുടെ ഒരു അന്തസ്സിനും അതിനുള്ള ഒരു സംസ്കാരം എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? ഒരു സ്റ്റിഗ്മ ആൻഡ് ഡിസ്ക്രിമിനേഷൻ, ഒരു യാതൊരു വിധത്തിലുള്ള എന്താണ് വിവേചനവും അതുപോലെ തന്നെ അവന് അന്തസ്സിനും ഒരു നല്ലൊരു രീതിയിലുള്ളത്. ചിലവര് എന്താ ഹോസ്പിറ്റലിൽ പേഷ്യന്റ് ചെല്ലുമ്പോൾ അവിടെ കുറച്ച് ഹൈ പൊസിഷനിലുള്ളവർക്ക് അവർക്ക് വേറെ ചികിത്സയും അല്ലെങ്കിൽ ഒരു ലോ ലെവലിലുള്ളവർക്ക് വ്യത്യസ്തമായ ചികിത്സയാണോ കൊടുക്കുന്നത്? അങ്ങനെയാണോ ഹോസ്പിറ്റൽ കൊടുക്കുന്നത്? എല്ലാവരെയും ഈക്വൽ ആയിട്ടാണ് കാണുന്നത് അല്ലെ? ഇവിടെ പറയുന്നത് ഒരു ഡിസ്ക്രിമിനേഷനും കൂടാതെ എന്താണ് ഒരു തരത്തിലുള്ള വിവേചനവും പാടില്ല. അതുപോലെ തന്നെ സ്റ്റിഗ്മ, അവരുടെ അന്തസ്സിനും ഒരു പരിശീലനം ലഭിക്കുന്നതിനുള്ള ഒരു അവകാശം പേഷ്യൻസിന് ഉണ്ടെന്ന്. അതായത് ഒരു വിവേചനം കാണിക്കാൻ പാടില്ല. അവിടെ വെള്ളത്തട്ടിലുള്ള ആളുകളാണോ അല്ലെങ്കിൽ ലോ ലെവലിലുള്ള ആളുകളാണോ എന്ന് നോക്കാതെ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു പരിചരണമാണ് പേഷ്യൻസിന് ലഭിക്കേണ്ടത്. അതിനുള്ള അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിനുണ്ട് അല്ലെ? നമുക്കറിയാം ഹോസ്പിറ്റലിൽ പോകുമ്പോ ഇപ്പോ കുറച്ച് VIP പേഷ്യൻസ് അല്ലെങ്കിൽ എന്താണ് കുറച്ച് വലിയ വലിയ രാഷ്ട്രീയ നേതാക്കള് അവർക്ക് കൊടുക്കുന്ന പരിചരണം വേറെ ആയിരിക്കും. മെഡിസിൻസും എല്ലാ കാര്യങ്ങളും സെയിം തന്നെയല്ലേ? ആണോ? അവിടെ സെപ്പറേഷൻ ഉണ്ടോ ഹോസ്പിറ്റലില്? ഇല്ല. എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു പരിചരണമാണ് നൽകേണ്ടത്. അത് നമ്മളുടെ അവകാശമാണ്, നമ്മളുടെ മീൻസ് പേഷ്യൻസിന്റെ അവകാശമാണ്. യാതൊരു വിവേചനവും കൂടാതെ നല്ലൊരു കെയർ അല്ലെ, പരിചരണം നൽകുക അല്ലെങ്കിൽ പരിചരണം സ്വീകരിക്കുക എന്നത് ഒരു പേഷ്യൻസിന്റെ അവകാശമാണ്. Then, accommodating and respecting their special needs such as spiritual and cultural preferences. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ റെസ്പെക്ടിങ് their special needs, പേഷ്യൻസിന്റെ ആവശ്യങ്ങള് സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അവന്റെ ഒരു എന്താണ് സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ പ്രിഫറൻസ്, ആത്മീയവും അതുപോലെ തന്നെ അവരുടെ സംസ്കാരികവുമായിട്ടുള്ള ഒരു മുൻഗണനകൾ പോലെയുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റല് ചെയ്തു കൊടുക്കണമെന്ന് പരിഗണിക്കണം. ഇപ്പൊ നമുക്ക് എന്താണോ ആവശ്യം അല്ലെ, സ്പിരിച്വൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രത്യേക അങ്ങനെ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യാം, ഹോസ്പിറ്റലുകാർ സാധിച്ചു കൊടുക്കണം. ഇതൊക്കെ ചുമ്മാ അങ്ങനെയുള്ള ആവശ്യങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത് അവന് പേഴ്സണലായിട്ടും ആത്മീയവുമായിട്ടും ഒരു സംസ്കാരികമായിട്ടുള്ള അവന് വേണ്ടുന്ന ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുക. Right to confidentiality about their medical condition. അതുപോലെ പേഷ്യൻസിന്റെ മെഡിക്കൽ കണ്ടീഷൻസും കാര്യങ്ങളും എല്ലാം രഹസ്യാത്മകമായിരിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഏത് ചാപ്റ്ററിലാണെന്ന് ഓർമ്മയുണ്ടോ?
പഠിച്ചിട്ടുണ്ടോ? പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പേഷ്യൻസിന്റെ വിവരങ്ങളൊന്നും പേഷ്യൻസിന്റെ അനുവാദം കൂടാതെ റിലീസ് ചെയ്യാൻ പാടില്ല. ഓർക്കുന്നുണ്ടോ? പബ്ലിക് റിലേഷനിൽ പഠിച്ചോ? എല്ലാവരും പഠിച്ചതാണല്ലോ പബ്ലിക് റിലേഷൻ അല്ലേ? അതിന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് എന്താണ് പേഷ്യൻസിന്റെ പേഷ്യൻസിന്റെ ആ ഒരു ആരോഗ്യസ്ഥിതികള് അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷൻസ്, പേഷ്യൻസിന്റെ റെക്കോർഡ്സുകള് മറ്റൊരാൾക്ക് നമുക്ക് പേഷ്യൻസിന്റെ അനുവാദം ഇല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, റിലീസ് ചെയ്യാൻ പാടില്ല. സോ റൈറ്റ് കോൺഫിഡൻഷ്യലി അല്ലെ, അതായത് പേഷ്യൻസിന്റെ മെഡിക്കൽ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ഒരു ആരോഗ്യസ്ഥിതിയെ കുറിച്ച് ഒരു രഹസ്യ സ്വഭാവം പുലർത്തണമെന്ന്, അത് പേഷ്യന്റിന്റെ അവകാശമാണ്. പേഷ്യന്റ് അറിയാതെ പേഷ്യൻസിന്റെ വിവരങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല അല്ലേ? ഇപ്പൊ ചിലപ്പോ എന്താണ്, ഇപ്പൊ നമ്മുടെ ഫിലിമിലൊക്കെ കാണാറില്ല, നിങ്ങൾ സീരിയലും ഫിലിമിലൊക്കെ കാണാറുണ്ടല്ലോ. ഇപ്പൊ ചിലപ്പോ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇന്ന പേഷ്യന്റിനെ അല്ലെ, അല്ലെങ്കിൽ ശത്രുക്കളൊക്കെ ഉണ്ടാകും അല്ലെ, ഇപ്പൊ വന്നിട്ട് എന്ത് ചെയ്യും, പേഷ്യൻസിന്റെ വിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്യും ഇല്ലേ? ചിലപ്പോ ശത്രുക്കളൊക്കെ ആയിരിക്കാം, പറയാൻ പറ്റില്ല അല്ലേ? അപ്പൊ അതുകൊണ്ടല്ല കേട്ടോ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. പേഷ്യൻസിന്റെ മെഡിക്കൽ കണ്ടീഷൻസ് ഒരിക്കലും പേഷ്യൻസിന്റെ അനുവാദം കൂടാതെ മറ്റുള്ളവർക്ക് അത് റിലീസ് ചെയ്യാൻ പാടില്ല. അത് രഹസ്യാത്മകം തന്നെയായിരിക്കണം. അത് രഹസ്യാത്മകമാക്കേണ്ടത് ആരാണ്? ഹോസ്പിറ്റലിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ഇത്രയുമാണ് ഒരു ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് പേഷ്യൻസ് റൈറ്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിയോ? പേഷ്യൻസിന്റെ റൈറ്റ് എന്താണ്, നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങള്. ഓക്കെ, വായിച്ചു നോക്കി. റൈറ്റ്സ്, പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി വായിച്ചു നോക്കാം കേട്ടോ. സിമ്പിൾ ആണിത്. നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. അർത്ഥം മനസ്സിലാക്കി വായിച്ചു പോകാം കേട്ടോ. ഓക്കെ, വായിച്ചെല്ലാവരും വായിച്ചിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ ഒക്കെ കിട്ടിയോ? ഓക്കെ ആണോ? ബ്ലാങ്ക് ആയിട്ട് ആർക്കും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമുക്ക് നോക്കാം. സ്റ്റിഗ്മ എന്ന് വെച്ചാല് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു വൈവിധ്യവും കൂടാതെ, അതായത് ഒരു വേർതിരിവും കൂടാതെ ഓരോ പേഷ്യൻസിനും അവരുടെ അന്തസ്സിനനുസരിച്ച് അല്ലേ, അതായത് പേഴ്സണൽ ആയിട്ട് അവർക്ക് പരിചരണം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു അർത്ഥത്തിലാണ് പറയുന്നത്. ഓക്കെ, യാതൊരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ ഓരോ പേഴ്സണിലും അവന്റെ ഒരു അന്തസ്സിന് ചേർന്നിട്ടുള്ള ഒരു നല്ലൊരു ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പേഷ്യൻസ് റൈറ്റ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പേഷ്യൻസിന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന്. നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ? നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ എനിക്ക് ഇതിനുള്ള അവകാശമുണ്ട് അല്ലേ, ഇത് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അറിയണം. കാരണം എന്താണ്, നമ്മൾ പഠിക്കുന്ന എളുപ്പോ ഇതുവരെ നമുക്ക് അറിയില്ലായിരിക്കാം. അപ്പൊ പേഷ്യൻസിന്റെ റൈറ്റ് നോക്കാം. ഫസ്റ്റ് നമുക്ക് ആ പേരുകൾ മാത്രം ഒന്ന് പഠിച്ചു വെക്കാം. ഫസ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത് കെയർ അല്ലെ, പരിചരണം. സെക്കൻഡ് വൺ കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ഡിഗ്നിറ്റി. മീൻസ് എന്താണ്, രഹസ്യാത്മക സ്വഭാവമായിരിക്കണം. നമുക്ക് രഹസ്യാത്മകവും അതുപോലെ തന്നെ ഡിഗ്നിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അന്തസ്സിനും സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾ. മൂന്നാമത്തത് ഇൻഫർമേഷൻ. നാലാമത്തെ റൈറ്റ്സ് എന്ന് പറയുന്നത് പ്രിഫറൻസസ്. ഫിഫ്ത് വൺ റൈറ്റ് ടു റിഡ്രസ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഓരോ എന്തൊക്കെയാണ് റൈറ്റ്സ് എന്ന് ഓരോന്നായിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അതില് ഫസ്റ്റ് പേഷ്യൻസിന്റെ റൈറ്റ് ആണ് നമ്മൾ നോക്കുന്നത്, കെയർ അല്ലെ. നിങ്ങൾ പറഞ്ഞു എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്കൊരു പേഷ്യന്റിന്റെ അവകാശം എന്നത് എന്താണ്, കെയർ ആണ്, പരിചരണമാണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പേഷ്യന്റിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ് പരിചരണം എന്നുള്ളത് അല്ലെ. പല രീതിയിലുള്ള പരിചരണം തരാറുണ്ട്. അപ്പൊ നോക്കാം. പേഷ്യന്റ് ഹാവ് a right to receive treatment irrespective of their type of primary and associated illness, socio-economic status, age, gender, sexual orientation, religion, caste, cultural preference, linguistic and geographical origins or political affiliations. എന്താ പോയിന്റിൽ പറയുന്നത്?
ഒന്ന് വായിച്ചു നോക്കിയേ. നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന പോയിന്റ് ആണ്. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് വായിച്ചു നോക്കിയിട്ട് പെട്ടെന്ന് പറഞ്ഞോളൂ, എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? Patient have right to receive treatment irrespective of their type of primary associated illness, socio-economic status, age, gender, sexual orientation, religion, caste, cultural preferences, linguistic and geographical origins or political affiliation. എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? കിട്ടിക്കാണല്ലോ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചെറിയ കുഞ്ഞു കുട്ടികൾ പോലും വായിച്ചാല് അതിന്റെ മീനിങ് മനസ്സിലാകും. മനസ്സിലായോ മീനിങ്? എത്ര പേർക്ക് നോക്കിയിട്ട് മനസ്സിലായി? എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ? സെയിം ട്രീറ്റ്മെന്റ് ടു ഓൾ, അത്രയുള്ള പോയിന്റിൽ പറയുന്നത് എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് നൽകുക അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു, ആരെയും ഒരു വലുതായി കാണാതെ അല്ലെങ്കിൽ ലോ ലെവലിലും അല്ലെങ്കിൽ ഏറ്റവും ഹൈ ലെവലിലുള്ള പേഷ്യൻസിനെ തരംതിരിച്ച് കാണാതെ ഈക്വൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഏത് വ്യക്തികളുമായിക്കൊള്ളട്ടെ എല്ലാ പേഴ്സണും ഈക്വൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് ഹോസ്പിറ്റല് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഈക്വൽ ആയിട്ടുള്ള ഒരു പരിചരണം കൊടുക്കുക. എങ്ങനെയൊക്കെ? ഏതിന്റെയൊക്കെ തരത്തിൽ കാണാൻ പാടില്ല? ഇക്കണോമിക് സ്റ്റാറ്റസ് നോക്കുകയോ അല്ലെങ്കിൽ ഏജ് നോക്കുകയോ, ഇപ്പോ ഫീമെയിൽ ആണോ മെയിൽ ആണോ ജെൻഡർ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മറ്റു സെക്ഷൽ ഓറിയന്റേഷൻസോ, റിലീജിയൻ, ഇപ്പൊ അവൻ ഇന്ന മതമാണ് സോ നമുക്ക് ഇത്രയും ട്രീറ്റ്മെന്റ് ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ, അങ്ങനെ ഒന്നും നോക്കാതെ കാസ്റ്റ്, കൾച്ചറൽ, സംസ്കാരം, അതുപോലെ ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ അറിയാലോ, ചിലപ്പോ ഭാഷാപരമായിട്ടുള്ളത്. ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്താണ് ഒരുപാട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഉണ്ട് അല്ലെ, പല ജോലികൾക്കായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരും ഇവിടെ താമസിക്കുന്നവരുണ്ട് ഒത്തിരി പേര് അല്ലെ. ഇപ്പൊ നമ്മൾ പറയും ആസാമിൽ നിന്നും അതുപോലെ തന്നെ ബംഗാളിൽ നിന്നൊക്കെ ഒരുപാട് തൊഴിലാളികളുണ്ട്, അവരുടെ ഫാമിലി അടക്കം താമസിക്കുന്നവരൊക്കെ ഉണ്ട് അല്ലേ. അപ്പോ അവരും എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ ചെല്ലുമ്പോൾ ഹോസ്പിറ്റലിൽ, ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും മറ്റും നമ്മൾ കാണാറുണ്ട് ഇല്ലേ. കാണാറില്ലേ നിങ്ങൾ ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ? പല ഭാഷ നമ്മളുടെ ആളുകൾ മാത്രമല്ലല്ലോ അല്ലേ. അപ്പൊ അവർക്കൊക്കെ നമുക്ക് നൽകുന്ന പരിചരണം തന്നെയല്ലേ കൊടുക്കുന്നത്? അവരെ മാറ്റി നിർത്താറുണ്ടോ ഹോസ്പിറ്റലില്? അങ്ങനെയാണോ? മലയാളികളല്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തോ? ഏതെങ്കിലും ഹോസ്പിറ്റലിൽ മാറ്റി നിർത്താറുണ്ടോ? ഇല്ല അല്ലേ. അപ്പോ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള വിവേചനവും പാടില്ലാണ്. ഇതുപോലെ ജിയോഗ്രഫിക്കൽ ഒറിജിൻസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അഫിലിയേഷൻ, ഇപ്പൊ പാർട്ടി ബേസിസിലോ ഇതുപോലെയുള്ള ഭാഷാടിസ്ഥാനത്തിലോ ഒന്നും ഒരു വേർതിരിവും കാണിക്കാതെ എല്ലാവർക്കും ട്രീറ്റ്മെന്റ്, അവന്റെ അസുഖത്തിനുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രാഥമികമായിട്ടുള്ള ചികിത്സ എല്ലാവർക്കും ഒരു തരത്തിലുള്ള വിവേചനം കൂടാതെ പ്രൊവൈഡ് ചെയ്യണം. അത് ലഭിക്കേണ്ടത് നമ്മളുടെ അവകാശമാണ്, റൈറ്റ് ആണ് നമ്മളുടെ അല്ലേ. നമുക്കിപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കുകയാണെങ്കിലും നമ്മുടെ അവകാശമാണ്, നമുക്ക് പറയാതെ അല്ലെ. ഒരു തരത്തിലും വിവേചനം കൂടാതെ എനിക്ക് ട്രീറ്റ്മെന്റ് ലഭിക്കണം എന്നുള്ള അവകാശം ഒരു പേഷ്യന്റ് എന്ന നിലയിൽ എനിക്കുണ്ട് അല്ലേ. നമ്മളുടെ അവകാശമാണത്. ഒരു തരത്തിലുള്ള വിവേചനവും കൂടാതെ ഈക്വൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, കെയർ കിട്ടണം അല്ലെങ്കിൽ ലഭിക്കണം. ഓക്കെ, ദെൻ സെക്കൻഡ് പോയിന്റ് നോക്കാം. ക്ലിയർ ആണല്ലോ? ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണോ? ഫസ്റ്റ് പോയിന്റ് ഓക്കെ. സെക്കൻഡ് പോയിന്റ് നോക്കാം. റൈറ്റ് ടു ബി ഹിയർ ടു ഹിസ് ഓർ ഹർ സാറ്റിസ്ഫാക്ഷൻ without the doctor interrupting before completion of narrating their entire problem and concerns. Next one പറയുന്നത് നോക്കി. Right to be here to his or her satisfaction without the doctor interrupting before completion of narrating their entire problem and concerns. എന്താണ് പറയുന്നത്? അതായത് ഒരു ഡോക്ടർ രോഗിയുടെ പ്രശ്നങ്ങളും ആശങ്കകളും അവരുടെ കൺസേൺസും പ്രശ്നങ്ങളും മുഴുവനായിട്ട് കേൾക്കാൻ തയ്യാറായിരിക്കണമെന്ന്. നമ്മൾ പലപ്പോഴും എല്ലാവർക്കും അനുഭവമുള്ള കാര്യമായിരിക്കും. ചില ഡോക്ടേഴ്സിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തോന്നുന്നത് ഇല്ലേ, നമ്മൾ അങ്ങോട്ട് ഒന്നും പറയുന്നതിന് മുമ്പ് ഡോക്ടർ ഇങ്ങനെ മരുന്ന് എഴുതി കഴിഞ്ഞു ഇല്ലേ. നിങ്ങൾക്ക് പല അനുഭവം ഉണ്ടാകും. അനുഭവം ഇല്ലാത്തവരാരും തന്നെ ഉണ്ടാവില്ല ഇല്ലേ. ചില ഡോക്ടേഴ്സ് നമ്മൾ പറയുന്നത് മുഴുവനായിട്ട് ഒന്നും കേൾക്കില്ല. ചിലപ്പോൾ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ പറയും. എനിക്കിങ്ങനെ ചിലപ്പോൾ നൈറ്റ് കഴിഞ്ഞ് രാത്രി ഉറങ്ങാൻ പറ്റിയില്ലോട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ആള് പറയിപ്പിക്കില്ല. ആളെന്ത് ചെയ്യും? മരുന്നപ്പം തന്നെ പ്രിസ്ക്രിപ്ഷൻ അങ്ങനെ കുറിച്ച് കഴിഞ്ഞു അല്ലെ. ഭയങ്കര ധൃതിയായിരിക്കും ചിലപ്പോൾ ഡോക്ടേഴ്സിന്. നമ്മൾ പറയുന്നത് ഒന്നും കേൾക്കാനായിട്ട് മുഴുവനായിട്ട് കേൾക്കില്ല. സോ ഇവിടെ പറയുന്നത് അത് കേൾക്കാനായിട്ടുള്ള അവകാശം ഉണ്ടെന്ന്. അതായത് നമ്മൾ പറയുന്നത് ഡോക്ടേഴ്സ് കേൾക്കണമെന്ന്. നമ്മളുടെ മുഴുവനായിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ നമ്മുടെ കൺസേൺസ്, നമ്മുടെ ആശങ്കകള്, നമ്മുടെ ചികിത്സ, നമ്മുടെ അസുഖപരമായിട്ടുള്ള നമ്മുടെ ബുദ്ധിമുട്ടുകള് അല്ലെ, നമ്മുടെ പ്രശ്നങ്ങള്, ഇതിനെയെല്ലാം മുഴുവനായിട്ട് ഡോക്ടർ കേൾക്കാൻ തയ്യാറായിരിക്കണം. കേൾക്കേണ്ടത് നമ്മളുടെ അവകാശമാണ്. ഓക്കെ, ക്ലിയർ ആണോ? സെക്കൻഡ് പോയിന്റ്
ഇതെല്ലാം നമുക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ്. എല്ലാവരും തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലെ? ചിലപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ഡോക്ടറുടെ റൂമിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഇങ്ങനെ വിചാരിക്കും, പക്ഷേ നമ്മൾ പറയാൻ പോയ കാര്യം പറഞ്ഞില്ലല്ലോ, ഡോക്ടർ അതിന് പറയാനായിട്ട് നമുക്ക് എന്താ സമയം തന്നില്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കും അല്ലെ? നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടായിരിക്കും കയറുന്നത്. പക്ഷെ ചിലപ്പോൾ അന്ന് നല്ല തിരക്കായിരിക്കും, ഡോക്ടേഴ്സിന് എന്താണ് അധികം സമയം ഒരാളെ തന്നെ സ്പെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അപ്പൊ അവർ എന്ത് ചെയ്യും, പെട്ടെന്ന് ഒരു പേഷ്യന്റിന് ചിലപ്പോൾ മാക്സിമം ഒരു 5 മിനിറ്റും 10 മിനിറ്റ്സ് ഒക്കെ എടുക്കുള്ളൂ. പക്ഷെ എല്ലാ ഡോക്ടേഴ്സിനും അങ്ങനെയാണെന്ന് നമ്മൾ സമർത്ഥിക്കുന്നില്ല. കാരണം നല്ല രീതിയിൽ പേഷ്യന്റിനെ കെയർ ചെയ്യുന്ന ഡോക്ടേഴ്സും ഉണ്ട് ഇല്ലേ? അങ്ങനെയും ഉണ്ട്, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു പേഷ്യന്റിന് 20 മിനിറ്റ്സ് 25 മിനിറ്റ്സോളം അവരുടെ എല്ലാ പ്രശ്നങ്ങളും കേട്ട്, അല്ലെങ്കിൽ എന്താ പറയാ മെഡിസിൻസുകളായിട്ടുണ്ടെങ്കിലും മെഡിസിൻസിന് പുറമേ ചിലപ്പോൾ ചില ഡോക്ടേഴ്സ് എന്താ പറയാ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരും. ഇപ്പൊ എക്സർസൈസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തൊരു മെന്ററിംഗ് പോലെ നമുക്ക് പറഞ്ഞു തരും ചില ഡോക്ടേഴ്സ്. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല ഇല്ലേ? അങ്ങനെയും ഡോക്ടേഴ്സുകളുണ്ട്, ഉണ്ടോ ഇല്ലയോ? അങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്. നല്ല രീതിയിൽ നമുക്ക് പറയാവുന്ന നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തുറന്ന് പറയാം ഇല്ലേ? അതുപോലെ തന്നെ മെഡിസിനോടൊപ്പം തന്നെ മറ്റും നല്ലൊരു എന്താ ഒരു കൗൺസിലിംഗ് പോലെ ചില ഡോക്ടേഴ്സ് ചെയ്യാറുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ അസുഖം പകുതി അവിടെ മാറി. ഓക്കെ, ക്ലിയർ ആയില്ലേ? സെക്കൻഡ് പോയിന്റ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് നോക്കാം. Expectation from the doctor to write the prescription legibly and explain to the patient the details on dosage, dose and don'ts, generic options for the medicines. Expectation from doctor to write prescription legibly and explain. അതായത് ഡോക്ടേഴ്സ് എഴുതുന്ന പ്രിസ്ക്രിപ്ഷൻസ്, മെഡിസിന്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, അത് വ്യക്തതയോടെ എഴുതണം എന്ന് അല്ലെ? എലിജിബിൾ ആയിരിക്കണം എന്ന്. അത് നമുക്ക് ഒരിക്കലും വായിക്കാൻ പറ്റില്ല അല്ലെ? എങ്കിലും ചിലപ്പോ നമുക്കറിയാം മെഡിക്കൽ ഷോപ്പിലൊക്കെ ആണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ അത് വായിക്കാൻ പറ്റും. ചിലപ്പോൾ ചില ഡോക്ടേഴ്സ് അവർക്ക് പോലും വായിക്കാൻ പറ്റില്ല. സോ വ്യക്തമായിട്ട് എഴുതണം എന്ന്. ചിലപ്പോ ഒരു സ്പെല്ലിംഗ് ഒക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എന്താണ് മെഡിക്കൽ ഷോപ്പിൽ ചെല്ലുമ്പോൾ അവര് ചിലപ്പോ അത് ആ ഒരു മെഡിസിൻ ചിലപ്പോൾ ഒരു സ്പെല്ലിങ്ങിന്റെ പേരിൽ മെഡിസിൻ ഒക്കെ മാറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഈ അടുത്ത ന്യൂസിലൊക്കെ കണ്ടായിരുന്നോ? ന്യൂസിലാണോ അല്ലെങ്കിൽ നമുക്ക് വീഡിയോ വഴിയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് 8 മാസം പ്രായമായ കുഞ്ഞിന് മെഡിസിൻ വാങ്ങിച്ചിട്ട് അവര് കൊടുത്ത മെഡിസിനിൽ വ്യത്യാസം ഉണ്ടായി, സിറപ്പ് കൊടുത്തതിൽ വ്യത്യാസം ഉണ്ടായി. ആരെങ്കിലും ഈ ന്യൂസ് കേട്ടായിരുന്നോ അല്ലെങ്കിൽ വായിച്ചോ? സോഷ്യൽ മീഡിയയിലോ ഫേസ്ബുക്ക് വഴിയോ എന്തെങ്കിലും വായിച്ചായിരുന്നോ? ഓക്കെ, എന്നിട്ട് എന്താ സംഭവിച്ചത് അവിടെ? കുഞ്ഞിന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് 8 മാസമുള്ള കുഞ്ഞി അല്ലേ? അപ്പൊ അവര് കൊടുത്ത മെഡിസിൻ ഡോക്ടർ എഴുതിയ പ്രിസ്ക്രിപ്ഷനിലെ പിശകാണോ ഇനി അവര് വായിച്ചതില്ല, ഇതുപോലെ എന്തെങ്കിലും ചിലപ്പോ അവർക്ക് വായിച്ചപ്പോ വേറെ ആയിട്ടായിരിക്കും തോന്നിയത് അല്ലെ? അപ്പൊ അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ ശരിക്കും അവർക്ക് ആ പേഷ്യന്റ് വന്ന ആളോട് ഒന്നുകൂടി ഡോക്ടറോട് ഇത് കൺഫേം ചെയ്യാമായിരുന്നു. പക്ഷെ അവർ ചെയ്തില്ല അല്ലെ? അവർ കൊടുത്ത സിറപ്പില് എന്തോ ഡോസേജ് കൂടി എന്തോ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ദെൻ ആ കുഞ്ഞ് ഹോസ്പിറ്റലിൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലൊക്കെ ആയിരുന്നു. ദെൻ അവർക്കെതിരെ കേസ് കൊടുക്കാൻ പോയപ്പോ അവരെന്താ പറഞ്ഞത്? അവർക്ക് യാതൊരു പേടിയില്ല, നിങ്ങൾ കേസ് കൊടുത്തോളൂ എന്ന് പറഞ്ഞു ഇല്ലേ? ഈ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ ആഴ്ചയിലോ രണ്ടാഴ്ചയിൽ കൂടുതലായിട്ടില്ല അല്ലെ? നമ്മൾ റീസെന്റ് ആയിട്ട് കേട്ടൊരു ന്യൂസ് ആണത്. കേട്ടില്ലേ? പത്രവും നിങ്ങൾ ന്യൂസും കാര്യങ്ങളും ഒന്നും കാണാറില്ല, അതിനൊന്നും ടൈമില്ല. ഇത്രയും പഠിപ്പാണ് എല്ലാവരും, നോക്കാറില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഫോണിൽ ഫേസ്ബുക്കും കാര്യങ്ങളൊക്കെ നോക്കില്ലേ? അപ്പോ അതിലൂടെയെങ്കിലും നമ്മൾ ന്യൂസുകളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. അല്ലാതെ നമ്മള് നാട്ടിലറിയുന്ന ന്യൂസുകളൊക്കെ അറിയണം. ഓക്കെ, കണ്ടിരുന്നു. കുറച്ചു പേരൊക്കെ കണ്ടു. കുറച്ചു പേരൊന്നും ഞങ്ങൾ ഇതൊന്നും നോക്കാൻ എനിക്ക് ടൈമില്ല അല്ലെ എന്നൊരു മട്ടിലാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കുഴപ്പമില്ല. അപ്പൊ ഇതിവിടെ പറഞ്ഞപ്പോ ഞാൻ ആ ഒരു കാര്യം എടുത്ത് പറഞ്ഞു കേട്ടോ. ഇവിടെ പറയുന്നത് ഡോക്ടേഴ്സ് എഴുതുന്നത് നല്ല എന്താ വ്യക്തമായിരിക്കണം എന്ന്. അതുപോലെ തന്നെ ഈ മെഡിസിൻസുകളുടെ ഡോസേജ് എങ്ങനെയാണ്, അതുപോലെ തന്നെ മറ്റു പൊതുവായിട്ടുള്ള വിവരങ്ങൾ, ഡോസേജ്, ഡോസ് ആൻഡ് ഡോൺസ് എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പാടില്ല. ചില മരുന്നുകൾ നമ്മൾ പറയും ഇപ്പൊ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കഴിക്കാനെന്ന്. ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ആന്റിബയോട്ടിക്സ്, നമ്മൾ മറ്റേ പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ആന്റിബയോട്ടിക്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എപ്പോഴും ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം എന്ന് പറയും. ഇതുകൊണ്ടാണ് പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നഷ്ടപ്പെടും. സോ എന്താണ് ഫ്രിഡ്ജിൽ ഉപയോഗിക്കേണ്ട മരുന്നുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചില മെഡിസിൻസുകളൊക്കെ ഉണ്ട്, സപ്രോസിൻ പോലെയുള്ള മെൽഡോഫോമിലുള്ള മെഡിസിൻസുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്, അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെയാണ് ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന മെഡിസിൻസുകളൊക്കെ ഇൻസുലിൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് സൂക്ഷിക്കണം അല്ലേ? അപ്പൊ അത് എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഡീറ്റെയിൽസുകൾ, ജനറിക് ഓപ്ഷൻസ്, പൊതുവായിട്ടുള്ള മറ്റു കാര്യങ്ങളും പേഷ്യൻസിനെ അറിയിക്കണം. അത് അറിയാനുള്ള അവകാശം പേഷ്യൻസിനുണ്ട്. നമ്മൾ ചിലപ്പോൾ ചോദിക്കും, മരുന്നിന്റെ ഒക്കെ വിവരങ്ങൾ എഴുതി തന്നിട്ടുണ്ടാകും, എങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും, ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടത്, എപ്പോഴാണ് കഴിക്കേണ്ടത്,
ഫാർമസിയിൽ നിന്ന് മെഡിസിൻ തരുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ, എങ്ങനെയാ കഴിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു നേരമാണോ 2 നേരമാണോ, അല്ലെങ്കിൽ വെള്ളം ചേർത്ത് കഴിക്കണോ എന്നൊക്കെ നമ്മൾ ചോദിക്കും. അതിനുള്ള അവകാശം നമുക്കുണ്ട്. ഓക്കെ, ലാസ്റ്റ് വൺ നോക്കാം. They have to provide with the information and access on whom to contact in case of an emergency. ഇനി ഇപ്പൊ ഒരു എമർജൻസി കേസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ ആരെയാണ് ബന്ധപ്പെടേണ്ടതെന്നും അല്ലെങ്കിൽ അതിനുള്ള ഇൻഫോർമേഷൻസുകളൊക്കെ കൊടുക്കാണ്. ഇപ്പോ പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ എമർജൻസി കേസുകൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അല്ലെങ്കിൽ ഇന്ന നഴ്സിനോട് പോയി വിവരം പറയുക, അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നമ്മൾ അതിനുള്ള മീൻസ് ഇപ്പൊ ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫുകൾ തന്നെ പേഷ്യൻസിന് അതിനുള്ള ഇൻഫോർമേഷൻസുകൾ കൊടുക്കാണ്. ചിലപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് വഷളാവുകയാണെങ്കിലോ ഹോസ്പിറ്റലിൽ പോയി ചിലപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വരികയാണെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾ വന്നിട്ട് അതിനുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കുക പേഷ്യൻസിന്. അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾ വരാറില്ലേ, അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ ഡോക്ടറെ കാണാനിരുന്നു പെട്ടെന്ന് നമ്മൾ അത്രയും ക്യൂ നിന്ന് ചെറിയൊരു തലകറക്കം പറ്റി, തലകറക്കം വന്നു, നമ്മൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ നഴ്സസ് വരും അല്ലെ, ഈ ആർക്കിച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ അപ്പൊ തന്നെ എന്ത് ചെയ്യും, ഒന്ന് കാറ്റഗറിയിലോട്ടൊക്കെ കൊണ്ടുപോകും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി ആയിട്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ പേഷ്യൻസിന് ഒന്ന് ഇൻഫോർമേഷൻസുകളും കാര്യങ്ങളും കൊടുക്കുക. ഇത്രയുമാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റ് പേഷ്യൻസിന്റെ റൈറ്റിലുള്ള കെയറിൽ പറയുന്നത്. ഓക്കെ ആണല്ലോ, എല്ലാ പോയിന്റ്സും ഓക്കെ ആണോ? റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, വായിച്ച് മനസ്സിലാക്കാവുന്ന പോയിന്റ്സുകളാണ്. ഇനി വായിച്ചു നോക്കി, നിങ്ങൾ വായിച്ചു നോക്കാം കേട്ടോ. ഓരോ പോയിന്റും മനസ്സിലാക്കി വായിക്കണേ. റിപ്പീറ്റ് ചെയ്യാത്തത് ടീച്ചർ അത്യാവശ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് ഇത്രയും ഞാൻ എക്സ്പ്ലനേഷൻ ചെയ്തിട്ടാണ് പറയുന്നത് അല്ലേ. അപ്പോ വായിച്ചു നോക്കാം. ഇനി എവിടെയെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ ചോദിക്കാം. മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഈ ഒരു ചാപ്റ്റർ നമുക്ക് മനസ്സിലാക്കി പഠിക്കാനുള്ള ഒരു ഭാഗമാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും ലൈഫിൽ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് മാക്സിമം നിങ്ങളുടെ അനുഭവങ്ങൾ വെച്ച് തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ളൂ. ഓക്കെ, വായിച്ചു നോക്കാം. ഓക്കെ, ഓരോ പോയിന്റും അർത്ഥം മനസ്സിലാക്കി വായിക്കണേ. ഇതൊന്നും ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയയല്ല. ഓക്കെ, കംപ്ലീറ്റ് ചെയ്ത് എല്ലാവരും വായിച്ചോ? കെയർ ഫസ്റ്റ് പോയിന്റ് ആണ്. ഫസ്റ്റ് റൈറ്റ് ആണ് നമ്മൾ പറഞ്ഞത് കെയർ. ഓക്കെ, വായിച്ചിട്ട് ക്ലിയർ ആണോ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ ആണോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഇനി അടുത്ത റൈറ്റ് നോക്കാം. കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് വിജിലിറ്റി അല്ലേ. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ രഹസ്യാത്മകമായിരിക്കാം. വിജിലിറ്റി ഒരു അന്തസ്സിനും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും രഹസ്യാത്മകമായിരിക്കണം. നോക്കാം. ഫസ്റ്റ് പോയിന്റ് ചെറിയ പോയിന്റ് ആണ്, സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം.
Right to confidentiality about their medical conditions. പേഷ്യൻസിന്റെ ആരോഗ്യ സ്ഥിതി അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷൻ എപ്പോഴും രഹസ്യാത്മക ആയിരിക്കണം. മറ്റൊരാൾക്ക് പേഷ്യന്റിന്റെ അനുവാദമില്ലാതെ റിലീസ് ചെയ്യാൻ പാടില്ല. Then മൂന്നാമത്തത് second, right to personal dignity and to receive care without any form of stigma and discrimination. വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞത് യാതൊരു വിധത്തിലുള്ള ഡിസ്ക്രിമിനേഷനും കൂടാതെ ഒരു വിവേചനവും സ്റ്റിഗ്മ എന്ന് പറഞ്ഞാൽ ഇപ്പോ കളങ്കം അന്തസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു കളങ്കവും കൂടാതെ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയില്ലേ, അതാണ് കേട്ടോ സ്റ്റിഗ്മ എന്ന് ഉദ്ദേശിക്കുന്നത്. ഡിഗ്നിറ്റി ആണ് അന്തസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റിഗ്മ കളങ്കം, വിവേചനം, കളങ്കം എല്ലാവരും ഒരേ മീനിങ് തന്നെയാണ്. അപ്പോ അങ്ങനെയുള്ള യാതൊരു വിവേചനവും കൂടാതെ എല്ലാവർക്കും രോഗിക്ക് പരിചരണം, പേഷ്യൻസിന് നല്ലൊരു കെയർ കൊടുക്കണം. ഈ ഒരു വിവേചനമൊന്നും കൂടാതെ പരിചരണം കൊടുക്കുക. മൂന്നാമത്തത് പ്രൈവസി ഡ്യൂറിംഗ് എക്സാമിനേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. പ്രൈവസി, പേഷ്യന്റിന് എപ്പോഴും ഒരു പ്രൈവസി ഉണ്ടായിരിക്കണം. ഡ്യൂറിംഗ് എപ്പോഴൊക്കെയാണ് എക്സാമിനേഷനിലും അതുപോലെ ചികിത്സ നൽകുമ്പോഴും ടെസ്റ്റുകളൊക്കെ നടത്തുമ്പോഴും പേഷ്യന്റിന് പ്രൈവസി ഉണ്ടായിരിക്കണം. Then നാലാമത്തെ പോയിന്റ് പ്രൊട്ടക്ഷൻ ഫ്രം ഫിസിക്കൽ അബ്യൂസ് ആൻഡ് നെഗ്ലക്ട്. അല്ലെ, പേഷ്യന്റിന് ഒരു സംരക്ഷണം വേണം ശാരീരികമായിട്ടുള്ള ഫിസിക്കൽ അബ്യൂസിൽ നിന്നും അതുപോലെ തന്നെ എന്താണ് മറ്റും ശാരീരിക പീഡനത്തിൽ നിന്നും അതുപോലെ നെഗ്ലക്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മോശമായിട്ടുള്ള രീതികളിൽ നിന്നും ഒരു സംരക്ഷണം പേഷ്യന്റിന് ഉണ്ടായിരിക്കണം. അല്ലെ, നമ്മള് ഇതിലാണ് നിങ്ങൾ പഠിച്ചത്, ഓർക്കുന്നുണ്ടോ? ലേബർ റൂം എന്ന് പഠിച്ചപ്പോൾ ഓർമ്മയുണ്ടോ? ലേബർ റൂമിലെ പ്രോട്ടോകോൾസിൽ പഠിച്ചപ്പോൾ ഓർക്കുന്നുണ്ടോ? ഇപ്പോ മെയിൽ സ്റ്റാഫുകളൊക്കെ ആണെങ്കിൽ അത് ഫീമെയിലിന്റെ ഡിഗ്നിറ്റിക്കും അല്ലെ അതിന് അങ്ങനെ ഫീമെയിൽസിനോടുള്ള ഒരു അന്തസ്സിനും അല്ലെങ്കിൽ അവരോടുള്ള ഒരു ബഹുമാനത്തോടും കൂടിയുള്ള പേഴ്സൺ ആയിരിക്കണം ടെക്നീഷ്യന്മാരും മറ്റു ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ ഓരോ സെക്ഷനിലും വർക്ക് ചെയ്യുന്നവര്. അത് സ്ത്രീകളുടെ അന്തസ്സിനും അല്ലെങ്കിൽ അവരോടുള്ള ഒരു ബഹുമാനത്തോടു കൂടിയുള്ള രീതിയിലുള്ള പെരുമാറ്റം ആയിരിക്കണം. പഠിച്ചിട്ടുണ്ടോ? ഓർക്കുന്നുണ്ടോ? ലേബർ റൂമില് ഓർമ്മയുണ്ടോ? ആർക്കും ഓർമ്മയില്ല? എടുത്ത് എനിക്ക് മാത്രമേ ഓർമ്മയുള്ളൂ. പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ല? ലേബർ റൂമിൽ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഇപ്പോ മെയിൽ സ്റ്റാഫ് ഒക്കെ ആണെങ്കിൽ അത് സ്ത്രീകളുടെ ഡിഗ്നിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള പ്രവർത്തനമായിരിക്കണം അല്ലേ? ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കും കേട്ടോ, പഴയ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കണ്ടേ? അല്ലെങ്കിൽ ഡിപ്ലോമ ഒക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്തെയും വരുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഞാൻ മിക്ക പോയിന്റ്സ് പറയുമ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാറുണ്ട് ഇല്ലേ? അവിടെ പഠിച്ചത് അല്ലെങ്കിൽ ഇന്ന ചാപ്റ്ററിൽ പഠിച്ചത് കുറച്ചു പേർക്കൊക്കെ ഓർമ്മയുണ്ട് അല്ലേ? കുറെ പേർക്ക് ഇതൊന്നും ഞങ്ങളിതൊന്നും കേട്ടിട്ടില്ല, അങ്ങനെ മട്ടിലാണ് ഇരിക്കുന്നത് ഇപ്പോഴും. ഓക്കെ, കുഴപ്പമില്ല, പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നോളൂ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിന്റ്സുകൾ ചോദിക്കും. ഓക്കെ, അപ്പൊ നാലാമത്തെ പോയിന്റ് ക്ലിയർ ആണല്ലോ. പ്രൊട്ടക്ഷൻ വേണം, ഫിസിക്കൽ അബ്യൂസിൽ നിന്നും മറ്റു നെഗ്ലക്റ്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ഒരു പ്രൊട്ടക്ഷൻ സ്ത്രീകൾക്ക് ഉണ്ടായിരിക്കാം. ഓക്കെ, സ്ത്രീകൾക്കല്ല പേഷ്യൻസിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നോക്കാം. ലാസ്റ്റ് വൺ, അക്കോമഡേറ്റിംഗ് ആൻഡ് റെസ്പെക്ടിങ് ദെയർ സ്പെഷ്യൽ നീഡ്സ് സച്ച് ആസ് സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ പ്രിഫറൻസസ്. നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞതാണ്. നമ്മള് ആന്തരികവും അതുപോലെ തന്നെ സാംസ്കാരികവുമായിട്ടുള്ള മുൻഗണനകൾ ആവശ്യങ്ങൾക്കൊക്കെ പേഷ്യൻസിന്റെ മുൻഗണനകൾ ആവശ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, എന്താണ് അവരുടെ ആവശ്യങ്ങൾ അത് സാധിച്ചു കൊടുക്കുക. ഓക്കെ, ഇത്രയുമാണ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ഡിഗ്നിറ്റിയിൽ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ പോയിന്റ്സുകൾ? ഇത് ഓൾറെഡി നമ്മൾ ആദ്യം കുറച്ച് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. ഇൻട്രോയിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ്സുകളൊക്കെ തന്നെ വരുന്നുണ്ട്. വായിച്ചു നോക്കാം കേട്ടോ. കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ഡിഗ്നിറ്റി.
തേർഡ് പോയിന്റ് പറയുന്നത് പ്രൈവസി ഡ്യൂറിങ് എക്സാമിനേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. ചികിത്സ കൊടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മൾ എക്സാമിനേഷൻ പേഷ്യന്റിന് നമ്മൾ ആ ഒരു എക്സാമിനേഷൻ ഇപ്പോ നമ്മളിപ്പോ ട്രിപ്പ് ഒക്കെ എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റു ടെസ്റ്റുകളൊക്കെ ചെയ്യുന്ന ടൈമിലും പേഷ്യൻസിന് പ്രൈവസി ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് പ്രൊട്ടക്ഷൻ ഫ്രം ഫിസിക്കൽ അബ്യൂസ് ആൻഡ് നെഗ്ലക്ട്. ഫിസിക്കൽ ശാരീരികമായിട്ടുള്ള അബ്യൂസുകളിൽ നിന്നും അതുപോലെ തന്നെ മറ്റു മോശമായിട്ടുള്ള രീതികളിലും പേഷ്യൻസിന് സംരക്ഷണം ഉണ്ടായിരിക്കണം. ലാസ്റ്റ് വൺ പറയുന്നത് പേഷ്യൻസിന് സംസ്കാരികവും അതുപോലെ തന്നെ അവന്റെ ആവശ്യങ്ങളൊക്കെ ഉൾക്കൊള്ളുക. ഓൾറെഡി ഇൻട്രോയിൽ പറഞ്ഞ പോയിന്റ്സ് ആണ്. കംപ്ലീറ്റ് ചെയ്തോ? സെക്കൻഡ് പോയിന്റ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് വിസിനിറ്റി. ഓക്കെ, ദെൻ മൂന്നാമത്തെ റൈറ്റ് നോക്കാം. ഇൻഫോർമേഷൻ. ഇൻഫോർമേഷൻ മീൻസ് വിവരങ്ങളൊക്കെ പേഷ്യൻസിന് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് വായിക്കാം ഇൻഫോർമേഷൻസിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത്. The information to be provided to patients are meant to be and in a language of the patient's preference and in a manner that effortless to understand. അതായത് രോഗികൾക്ക് നമ്മൾ ഇപ്പൊ കൊടുക്കുന്ന വിവരങ്ങൾ, ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന വിവരങ്ങൾ അവരുടെ ട്രീറ്റ്മെന്റ്സിന്റെ ഭാഗങ്ങളാകാം അല്ലെങ്കിൽ മെഡിസിൻസിനെ കുറിച്ചിട്ടുള്ളതോ അങ്ങനെയുള്ള വിവരങ്ങൾ രോഗിയുടെ ഇഷ്ടാനുസരണം അവന് മനസ്സിലാകുന്ന ലാംഗ്വേജിൽ, ഭാഷയിൽ ആയിരിക്കണം കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അവന് എഫോർട്ട്ലെസ് ടു അണ്ടർസ്റ്റാൻഡ്, അധികം പ്രയാസമില്ലാതെ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റണം. നമുക്കറിയാത്ത രീതിയിൽ അവരുടെ ഭയങ്കര മെഡിക്കൽ ടേമുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലാകുമോ? അപ്പൊ രോഗിക്ക്, പേഷ്യന്റിന് മനസ്സിലാകുന്ന രീതിയിൽ അവന് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഭാഷയിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പറഞ്ഞു കൊടുക്കാണ്. വലിയ മെഡിക്കൽ ടേമുകളോ അങ്ങനെയൊന്നും ഉപയോഗിക്കാതെ നമുക്ക് നോർമൽ ഒരു പേഴ്സണ് മനസ്സിലാകുന്ന രീതിയിൽ എന്ത് ചെയ്യുക, വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുക. ദെൻ ഇനി പോയിന്റ്സ് ആണ്. പോയിന്റ്സ് നോക്കാം. പേഷ്യന്റ്, ഫസ്റ്റ് പോയിന്റ് നോക്കാം. Patients and or their family members have the right to receive medical problem, prescription, complete information on treatment and procedure details. പേഷ്യന്റിനും അതുപോലെ തന്നെ പേഷ്യന്റിന്റെ ഫാമിലി മെമ്പേഴ്സിനും അവകാശം ഉണ്ടെന്ന്. എന്തിനുള്ള അവകാശം? റൈറ്റ് ടു റിസീവ് മെഡിക്കൽ പ്രോബ്ലംസ്, അല്ലെ? അതുപോലെ തന്നെ എന്താണ് മെഡിക്കൽ പ്രോബ്ലംസ്, അവിടെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അത് സ്വീകരിക്കാനും, പ്രിസ്ക്രിപ്ഷൻസ്, നമ്മൾ എഴുതുന്ന പ്രിസ്ക്രിപ്ഷൻസിന്റെ വിവരങ്ങൾ അറിയാനും, അതുപോലെ തന്നെ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ഓൺ ട്രീറ്റ്മെന്റ് ആൻഡ് പ്രൊസീജിയർ, ചികിത്സാ നടപടികളെ കുറിച്ചും ചികിത്സ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ചികിത്സയുടെ കാര്യങ്ങളെ കുറിച്ചും അറിയാനായിട്ടുള്ള ഇൻഫോർമേഷൻസ്, വിവരങ്ങൾ അറിയാനുള്ള അവകാശം പേഷ്യന്റിനും അതോടൊപ്പം തന്നെ ഫാമിലി മെമ്പേഴ്സിനും, അല്ലെ? പേഷ്യന്റിനൊപ്പമുള്ള ബൈസ്റ്റാൻഡർക്കാകാം അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനും ഇതെല്ലാം അറിയാനുള്ള അവകാശം ഉണ്ട്. Then second point, a documented procedure for obtaining patients and or their families informed consent existed to enable them to make an informed decision about their care. This process is an important patient right and needs to be practiced with utmost diligence and transparency. അല്ലേ? അതായത് ഇവിടെ പറയുന്നത് ഒരു ഡോക്യുമെന്റ് നടപടിക്രമം അവരുടെ പരിചരണത്തെ കുറിച്ച് തീരുമാനമെടുക്കാനായിട്ട് സഹായിക്കുന്നു. അതായത് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസെന്റ് ഫോമുകൾ. കൺസെന്റ് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസെന്റ് ഫോം നമ്മൾ പഠിച്ചിട്ടില്ലേ? കൺസെന്റ് ഫോം എപ്പോഴാണ് കൺസെന്റ് ഫോമില് സൈൻ ഒക്കെ ചെയ്യിപ്പിക്കുന്നത്? ഇപ്പോ ചിലപ്പോ സമ്മതപത്രം, അല്ലെ? നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സർജറിക്കോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും സർജറി ചെയ്യാനോ മറ്റെന്തെങ്കിലും പ്രോസസ്സുകൾ ചെയ്യുന്നതിന് മുൻപായിട്ട് പേഷ്യൻസിന്റെ ഫാമിലിക്കും മറ്റും എന്ത് ചെയ്യുന്നു? ഈ ഒരു കൺസെന്റ് ഫോം കൊടുക്കും.
അപ്പൊ ആ ഫോമില് ഈ കൺസേൺ ഫോം കൊടുക്കുന്നത് എന്തുകൊണ്ടും ഡിസിഷൻ, അതായത് പേഷ്യൻസിന് നമ്മൾ എന്താണ് അവരുടെ പരിചരണത്തെ കുറിച്ചുള്ള ഒരു തീരുമാനമെടുക്കാനായിട്ട് അവനെ പ്രാപ്തരാക്കുന്നത്. അതായത് ആ കൺസേൺ ഫോമിൽ വിവരങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഇന്ന കാരണം നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നു, ചിലപ്പോൾ അതിന് പാർശ്വഫലങ്ങൾ ഉണ്ടാകാം. സോ നമ്മൾ ആ കൺസേൺ ഫോം വായിച്ചിട്ട് ആ പേഷ്യന്റിന്റെ കൂടെ വരുന്ന അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർ ഫാമിലി ഓക്കെ ആണെങ്കിൽ ആ ഫാമിലി മെമ്പർ ആരെങ്കിലും സൈൻ ചെയ്തതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സർജറി ചെയ്യുകയുള്ളൂ. ഇല്ലേ? കൺസേൺ ഫോമിൽ സൈൻ ചെയ്യാതെ സർജറി ചെയ്യാനായിട്ട് പറ്റുമോ? ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? അതിനാണ് നമ്മൾ ആ കൺസേൺ ഫോം കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് തീരുമാനമെടുക്കാം. ഇങ്ങനെ നമുക്ക് സർജറിക്ക് ചിലവർ പറയും വേണ്ട, സർജറി ചെയ്യണ്ട, നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ല. സോ കൺസേൺ ഫോമിൽ അവർ സൈൻ ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകാം. ഇല്ലേ? അപ്പൊ ഒരു നിർണായകമായിട്ടുള്ള തീരുമാനം എടുക്കാനായിട്ട് ഈ ഒരു കൺസേൺ ഫോം സഹായിക്കുന്നുണ്ട്. ഈ ഒരു കൺസേൺ ഫോം കൊടുക്കുന്നത് എന്താണ്, ആ പേഷ്യൻസിന്റെ ഒരു പരിചരണത്തെ കുറിച്ച് തീരുമാനമെടുക്കാനായിട്ട് ആ പേഷ്യൻസിന്റെ ഫാമിലിയും മറ്റും പ്രാപ്തനാക്കുന്നു. അത് രോഗിയുടെ അവകാശമാണെന്ന്, അല്ലെ? കണ്ടോ? ദിസ് പ്രോസസ് ഇസ് ആൻ ഇമ്പോർട്ടന്റ് പേഷ്യന്റ് റൈറ്റ്. ഈ ഒരു കൺസേൺ ഫോം എന്നുള്ളത് പേഷ്യന്റിന്റെ അവകാശമാണ്. ഈ ഒരു കൺസേൺ ഫോം ഇല്ലാതെ ഒരു പേഷ്യന്റിനും സർജറിയും മറ്റും പ്രോസസ്സുകൾ ചെയ്യാൻ പാടില്ല. ദിസ് പ്രോസസ് ഇസ് ആൻ ഇമ്പോർട്ടന്റ് പേഷ്യന്റ് റൈറ്റ്. ഏത് പ്രോസസ് ആണ്? കൺസേൺ ഫോം കൊടുക്കുക എന്നുള്ള ഒരു പ്രോസസ്. ഇൻഫോർംഡ് കൺസെന്റ് then needs to be practiced with utmost diligence and transparency. Diligence എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്സാഹം എന്നൊക്കെയാണ് മീനിങ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അതല്ല, സുതാര്യമായിട്ടുള്ള, അതായത് എന്താണ്, പേഷ്യൻസിന്റെ ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ ആ പേഷ്യൻസിന് അവനിപ്പോ സർജറി ആവശ്യമാണോ അല്ലയോ എന്നുള്ള ഒരു ആവശ്യങ്ങൾ ഇപ്പൊ ഒരു സുതാര്യമായിട്ടുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, കൺസേൺ ഫോം കൊടുക്കുന്നതെന്ന്. അപ്പൊ ഈ കൺസേൺ ഫോം കൊടുക്കുന്നത് പേഷ്യന്റിന്റെ അവകാശമാണെന്ന്. ഇങ്ങനെ ഒരു സർജറി ചെയ്യണമെങ്കിൽ ആ പേഷ്യന്റിന്റെ ഫാമിലി മെമ്പേഴ്സിന് മറ്റേ കൺസേൺ ഫോം കൊടുക്കണം. അപ്പൊ കൺസേൺ ഫോം വായിക്കുമ്പോഴാണ് പേഷ്യന്റിന്റെ ഫാമിലിക്ക് മനസ്സിലാകുന്നത് ഇത് ചെയ്താല് ഓക്കെ ആകോ, അല്ലെങ്കിൽ വീണ്ടും എന്തെങ്കിലും റിസ്ക് ഒക്കെ സംഭവിക്കോ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ വേണ്ട, ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ താല്പര്യമില്ല, കൺസേൺ ഫോമിൽ അവർ സൈൻ ചെയ്യുന്നില്ല, സർജറി ചെയ്യാതെ തന്നെ മറ്റു ട്രീറ്റ്മെന്റ് നമുക്ക് തുടർന്നാൽ മതി എന്നുള്ള ഒരു തീരുമാനം പേഷ്യൻസിന്റെ ഫാമിലിക്ക് എടുക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? കൺസേൺ ഫോം എന്ന് പറയുന്നത് അവകാശമാണെന്ന് ആ ഒരു കാര്യം മാത്രമാണ് പറയുന്നുള്ളൂ. സെക്കൻഡ് പോയിന്റിൽ ആ ഒരു കാര്യം മാത്രം നോട്ട് ചെയ്യാം. ഓക്കെ, കൺസേൺ ഫോം പേഷ്യന്റിന്റെ അവകാശമാണ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, ഇത് കുറച്ച് പോയിന്റ് അധികം ഉണ്ട് കേട്ടോ, നോക്കാം. മൂന്നാമത്തെ പോയിന്റ്, patient have to educated on risk, benefits, expected treatment, outcomes and possible complications to enable them to make informed decision and involve planning and delivery process. Patient have to be educated on risk, അല്ലെ? ചികിത്സാ ഫലങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ ബെനഫിറ്റ്സുകളെ കുറിച്ചും ദെൻ റിസ്കുകൾ. നമുക്ക് ഇന്ന ട്രീറ്റ്മെന്റ്സിലൊക്കെ ചിലപ്പോൾ റിസ്ക് ഉണ്ട്, അപ്പൊ തന്നെ ചിലപ്പോ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് മറ്റ് എവിടെയെങ്കിലും ഷിഫ്റ്റ് ചെയ്യേണ്ട പൈസയിലേക്കോ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ട്രീറ്റ്മെന്റ് ഔട്ട്കംസ്, അല്ലെ? ചികിത്സാ ഫലങ്ങള്. അതുപോലെ തന്നെ എന്താണ് പോസിബിൾ കോംപ്ലിക്കേഷൻസ്, മറ്റ് എന്താണ് കോംപ്ലിക്കേഷൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും ദെൻ തീരുമാനമെടുക്കുന്നതും മറ്റും ഇൻഫോർമേഷൻസ് പേഷ്യൻസിന് കൊടുക്കുകയാണ്. അപകട സാധ്യതകളുണ്ടോ, അല്ലെങ്കിൽ ചികിത്സയുടെ ഔട്ട്കം എന്താണ്, അല്ലെങ്കിൽ ബെനഫിറ്റ്സ് പേഷ്യൻസിന്, മറ്റ് ആനുകൂല്യങ്ങൾ നമ്മൾ നേരത്തെ നിങ്ങൾ പറഞ്ഞു എന്തൊക്കെയാണ്, അല്ലെ? ഇപ്പോ ക്ലെയിമോ അങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബോധവൽക്കരിക്കേണ്ട ഇൻഫോർമേഷൻസ് കൊടുക്കണമെന്ന്. ദെൻ ഇൻവോൾവ് പ്ലാനിങ് ആൻഡ് ഡെലിവറി പ്രോസസ്. അതായത് നമ്മൾ ആ ഒരു ആസൂത്രണം ചെയ്യുമ്പോഴും അത് പേഷ്യൻസിന് നമ്മൾ ഇതിന്റെ ചികിത്സയൊക്കെ നമ്മൾ കൊടുക്കുമ്പോഴും മറ്റും ഇങ്ങനെയുള്ള റിസ്കുകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ്സിൽ ഔട്ട്കംസ് അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടോ. ഡെലിവറി പ്രോസസ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയാലോ, അങ്ങനെ ഇപ്പോൾ ഡെലിവറിക്കൊക്കെ നമ്മൾ പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുമ്പോൾ ചിലപ്പോൾ കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി ഇൻഫോർമേഷൻ ചെയ്യും, അല്ലേ? ഇപ്പൊ കോംപ്ലിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ സി സെക്ഷൻ ചെയ്യണം എന്നൊക്കെ പറയും. സോ അങ്ങനെയുള്ള ഇൻഫോർമേഷൻസുകൾ പേഷ്യൻസിന് നൽകുക, അത് നമ്മളുടെ അവകാശമാണെന്ന്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി നമ്മളെ അറിയിക്കണം. ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്നും ഡോക്ടർ ആയാലും നഴ്സ് ആയാലും എന്താണ് ഇങ്ങനെ കോംപ്ലിക്കേഷൻസ് മറ്റും ഉണ്ടെങ്കിൽ പേഷ്യൻസിനെ അറിയിക്കുക. ഓക്കെ, ഫസ്റ്റ് 3 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കൂ. കുറച്ച് അധികം പോയിന്റ്സ് ഉണ്ട്, ഇൻഫോർമേഷൻ ആയതുകൊണ്ട് ഒരുമിച്ച് പറയണില്ല, ഞാൻ 3 വായിച്ചു നോക്കാം കേട്ടോ. മനസ്സിലാക്കി വായിക്കണേ, ഒരുപാടുണ്ട്, കുഴപ്പമില്ല, സിമ്പിൾ ആണ്. ഒരുമിച്ച് വായിക്കാത്തത് ക്ലിയർ ആകുന്ന ശേഷം അടുത്ത സെക്ഷൻ എടുക്കാം. ഓക്കെ, ഫസ്റ്റ് 3 വായിച്ചു നോക്കിക്കോളൂ.
മൂന്നെണ്ണം ക്ലിയർ ആണോ? വായിച്ചോ 3 പോയിന്റ്? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. Patients have the right to request information on the names, dosage, and adverse effect on medication that they are treated with. അതായത് പേഷ്യൻസ് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസുകളുടെ പേരുകളും അതിന്റെ ഡോസേജസുകളും അഡ്വേഴ്സ് എഫക്ട് പ്രതികൂല ഫലങ്ങൾ അതിന് ഇനി സൈഡ് എഫക്ട്സുകളൊക്കെ ഉണ്ടോ എന്നതിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അറിയാനായിട്ടുള്ള അവകാശമുണ്ട്. Then next one, patients or their authorized individuals have the right to request access and receive a copy of their clinical records. പേഷ്യൻസിന് അവരുടെ ക്ലിനിക്കൽ റെക്കോർഡ്സ്, അതായത് ചികിത്സയുടെ റെക്കോർഡ്സിന്റെ കോപ്പി, നമ്മളുടെ റെക്കോർഡ്സിന്റെ ചികിത്സയുടെ ഡോക്ടർ നൽകുന്ന ട്രീറ്റ്മെന്റ് പ്രിസ്ക്രിപ്ഷന്റെ ഒക്കെ കോപ്പി ലഭിക്കാനായിട്ടുള്ള അവകാശം നമുക്കുണ്ട്, പേഷ്യൻസിനുണ്ട്. Then patients have right to complete information on the expected cost of treatment. The information should be presented as an itemized structure of various expense and charges. പേഷ്യൻസിന് അവന്റെ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ഓൺ എക്സ്പെക്ടഡ് കോസ്റ്റ്, അവന്റെ ചികിത്സയിലുള്ള എക്സ്പെക്ടഡ് പ്രതീക്ഷിക്കാവുന്ന കോസ്റ്റിനെ കുറിച്ച് ചില ഹോസ്പിറ്റലൊക്കെ മുൻകൂട്ടി പറയാറുണ്ട്. ഇപ്പോ എന്തെങ്കിലും സർജറി കേസുകളൊക്കെ ആണെങ്കിൽ അവര് ഇത്ര എമൗണ്ട് ആകും, റൂമായിട്ടും എല്ലാം കൂടി ചേർത്തിട്ട്, അല്ലെങ്കിൽ അനസ്തേഷ്യ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ സർജറി പ്രോസസ്സ്, എല്ലാം കൂടിയുള്ള ഒരു എമൗണ്ട് മുൻകൂട്ടി പറയാറുണ്ട്, പറയാറില്ലേ? അതിനൊരു സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവിന്റെ ഒരു ഏരിയ ഉണ്ട് അല്ലെ, കൗൺസിലിംഗ് അങ്ങനെ ഒരു ഏരിയ ഉണ്ട് സെപ്പറേറ്റഡ്. അപ്പൊ അവിടെ ഓൾറെഡി ഇത്ര എമൗണ്ട് ഒക്കെ വരുന്നുള്ളത് മുൻകൂട്ടി പറയും. സോ നമ്മുടെ കംപ്ലീറ്റ് എന്താണ് എക്സ്പെക്ടഡ് ട്രീറ്റ്മെന്റിന്റെ കോസ്റ്റ് അറിയാനുള്ള അവകാശമുണ്ട്. അതോടൊപ്പം തന്നെ ദ ഇൻഫോർമേഷൻ ഷുഡ് ബി പ്രസന്റഡ് ആസ് ഐറ്റമൈസ്ഡ് സ്ട്രക്ചർ ഓഫ് വേരിയസ് എക്സ്പെൻസ് ആൻഡ് ചാർജസ്. അതായത് ഒരു സ്ട്രക്ചർ ആയിട്ട് പറഞ്ഞ് മീൻസ് അറിയാനുള്ള അവകാശം ഉണ്ടെന്ന്, ഓരോന്നിനും വേരിയസ് ആയിട്ടുള്ള പല പല, ഇപ്പൊ റൂറൽ എത്രയാണ്, അല്ലെങ്കിൽ മെഡിസിൻസിന്റെ ചാർജ്, അങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് ഓരോന്നിനും ചാർജ് അറിയാനായിട്ടുള്ള അവകാശവും പേഷ്യന്റിനുണ്ട്. Then patient have to write information on hospital rules and regulations. ഹോസ്പിറ്റലിന്റെ റൂൾസും റെഗുലേഷൻസിനെ കുറിച്ചിട്ടുള്ള അറിയാനുള്ള അവകാശങ്ങൾ. ലാസ്റ്റ് വൺ, ഇൻഫോർമേഷൻ ഓൺ ഓർഗൻ ഡൊണേഷൻ, അവയവദാനങ്ങളെ കുറിച്ചിട്ട് അറിയാനുള്ള അവകാശം. ഇപ്പൊ നമ്മൾ ഐ ഡൊണേറ്റ് ചെയ്യുന്നതും മറ്റ് എന്തെങ്കിലും ഡൊണേഷന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ടുള്ള അവകാശമുണ്ട്. ഓക്കെ, ഇത്രയുമാണ് നെക്സ്റ്റ് വരുന്ന ഇൻഫോർമേഷൻസ്. ഇതെല്ലാം നമുക്കറിയാവുന്ന പോയിന്റ്സുകളാണ്. വായിച്ചു നോക്കാം കേട്ടോ. 4 പോയിന്റ്സുകൾ 5 പോയിന്റ്സുകൾ കൂടി ഉണ്ട്, അതൊന്ന് വായിക്കാം. ഫസ്റ്റ് നമ്മൾ വായിച്ചല്ലോ 3 പോയിന്റ്, ബാക്കി 5 പോയിന്റുകൾ, ടോട്ടൽ 8 പോയിന്റ് ആണുള്ളത്. ഇൻഫോർമേഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് പേഷ്യന്റിന് ഇൻഫോർമേഷൻ ലഭിക്കേണ്ടതുണ്ടല്ലോ. വായിച്ചു നോക്കാം കേട്ടോ 5 പോയിന്റ്.
പോയിന്റ്സ് ഉള്ള 5 പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പോയിന്റ് നോക്കാം കേട്ടോ. ഫോർത്ത് വൺ, പ്രിഫറൻസസ്. നോക്കാം. A patient has the right to seek a second option on his or her medical condition. രണ്ടാമത്, അതായത് അവന്റെ മെഡിക്കൽ കണ്ടീഷനിൽ അവനൊരു സെക്കൻഡ് ഓപ്ഷൻ തേടാനായിട്ടുള്ള അവകാശം ഉണ്ടെന്ന്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? സെക്കൻഡ് ഓപ്ഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. സെക്കൻഡ് ഓപ്ഷൻ തേടാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആലോചിച്ച് നോക്കി. നമ്മളൊരു പേഷ്യന്റ് എന്ന നിലയിൽ നമുക്കൊരു സെക്കൻഡ് ഓപ്ഷനുള്ള റൈറ്റ് ഉണ്ട്. വേറെ കൺസൾട്ടന്റിന് തേടാനായിട്ടുള്ള അവകാശമുണ്ട്. ഇവിടെ തന്നെ നമുക്ക് തുടരണമെന്ന് നിർബന്ധമില്ല. നമ്മൾ അവിടെ കംഫോർട്ട് അല്ല എങ്കിൽ ബെറ്റർ ട്രീറ്റ്മെന്റിന് വേണ്ടി നമുക്ക് മറ്റേതെങ്കിലും ഹോസ്പിറ്റലോ അല്ലെങ്കിൽ മറ്റു ഡോക്ടേഴ്സും ചൂസ് ചെയ്യാം. ഓക്കെ, then right to information from the doctor to provide the patient with the treatment option so that the patient can select what works best for him or her. അതുപോലെ തന്നെ ഇപ്പോ പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്സ്, അതുപോലെ തന്നെ അവയിൽ നിന്നും രോഗിക്ക് സെലക്ട് ചെയ്യാവുന്ന ട്രീറ്റ്മെന്റ്സുകൾ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏത് തരത്തിലുള്ളത്, അതായത് അവന് പേഷ്യന്റിന് തന്നെ അവന് ഏതാണോ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് എന്ന് ചൂസ് ചെയ്യാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു സർജറി ചെയ്യണമെന്നാണ് പറയുന്നതെങ്കിൽ ചിലപ്പോ സർജറിക്ക് തന്നെ ഇപ്പൊ നമുക്ക് കീ ഹോൾ ചെയ്യാം, ഓപ്പൺ സർജറി, അങ്ങനെ പലതരത്തിലുള്ളതുണ്ട്. അത് ഏത് വേണമെന്ന് പേഷ്യന്റിന് തന്നെ ചൂസ് ചെയ്യാവുന്നത് നമ്മൾക്ക് ഇഷ്ടമാണ്. ചിലപ്പോ നമുക്ക് അത്രയും വലിയൊരു എമൗണ്ട് ചിലപ്പോ ആ പേഷ്യൻസിന്റെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോ ചിലപ്പോ അതിന് ആപ്റ്റായിട്ടുള്ള മറ്റേതെങ്കിലും രീതിയിലുള്ള ചികിത്സ, ഇപ്പൊ സർജറി ഒഴിവാക്കിയിട്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണെങ്കിൽ എനിക്ക് സർജറിക്ക് നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പൊ മറ്റേതെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അത് സെലക്ട് ചെയ്യാവുന്നത് നമ്മളുടെ ഇഷ്ടമാണ്. ഓക്കെ, വായിച്ചു നോക്കാം. കേട്ടോ, പ്രിഫറൻസിൽ 2 പോയിന്റ് പറയുന്നുള്ളേ, വായിച്ചു നോക്കാം. ഓക്കെ, വായിച്ചോ? നെക്സ്റ്റ് ഇനി ഒരു പോയിന്റ് കൂടി ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല, കുറച്ച് ടൈമും കൂടി ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം, എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടി ഞാൻ ഫസ്റ്റ് പോയിന്റ് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, റൈറ്റ് ടു റിഡ്രസ്. അതായത് എന്താണ്? പരിഹാരത്തിനുള്ള അവകാശം. നോക്കാം. Patients have the right to justice by loading a complaint to one authority dedicated for this purpose by healthcare provider organization or with government health authorities. അതായത് ഇപ്പൊ പേഷ്യൻസിന് എന്തെങ്കിലും പരാതികളുമായിട്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡറിനെയോ അല്ലെങ്കിൽ മറ്റു ഗവൺമെന്റ് ഹെൽത്ത് അതോറിറ്റീസിനെയോ ബന്ധപ്പെടുകയാണെങ്കിൽ അവർക്ക് എന്താണ്, അവരോടൊക്കെ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന് നീതി ലഭിക്കാനുള്ള അവകാശം ഉണ്ടെന്ന്. അതായത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനോ അല്ലെങ്കിൽ മറ്റു ഗവൺമെന്റ് ഹെൽത്ത് അതോറിറ്റീസിനോ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ളൊരു സൊല്യൂഷൻ ലഭിക്കണം, നീതി ലഭിക്കാനായിട്ടുള്ള അവകാശമുണ്ട്. കംപ്ലൈന്റ് എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുള്ള സൊല്യൂഷൻ എന്ത് വേണം? പേഷ്യൻസിന് നൽകണം. സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് the patient has the right to a fair hearing and prompt hearing of his or her concerns. രോഗിക്ക് ന്യായവാദം കേൾക്കാനും അതോടൊപ്പം തന്നെ പേഷ്യൻസിന്റെ ആശങ്കകൾ കേൾക്കുകയും വേണമെന്ന്. ഇപ്പൊ കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ രോഗിക്ക് എന്താണ്, അവർക്ക് ന്യായമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാം. അതോടൊപ്പം തന്നെ പേഷ്യൻസിന്റെ കംപ്ലൈന്റ് എന്താണോ അത്, അവന്റെ ആശങ്കകളും കംപ്ലൈന്റ്സുകളും തിരിച്ചും കേൾക്കണം കംപ്ലൈന്റ് കൊടുക്കാൻ ചെയ്യുമ്പോൾ. The patient in addition has right to appeal to a higher authority in the healthcare provider organization and asserting writing on outcome of the complaint. അതുപോലെ തന്നെ ഇപ്പോ എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള ഇപ്പൊ ചികിത്സാ പിഴവുകളോ അങ്ങനെ വലിയ വലിയ വീഴ്ചകളോ അങ്ങനെയുള്ള വലിയ കംപ്ലൈന്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് തന്നെ ഉയർന്ന ഹയർ അതോറിറ്റിക്ക്, ഇപ്പോ നമുക്ക് ഹയർ അതോറിറ്റി എന്ന് പറയുമ്പോൾ ആണെങ്കിൽ ആരോഗ്യമന്ത്രിക്കോ അങ്ങനെയുള്ള ഹയർ പൊസിഷനിലുള്ള ആ ഒരു അവർക്ക് അപ്പീൽ നൽകാനും അതുപോലെ തന്നെ എന്താണ്
രേഖാമൂലമുള്ള കാര്യങ്ങൾ കംപ്ലൈന്റ് ആയിട്ട് അയക്കാനുള്ള അധികാരം പേഷ്യന്റിനുണ്ടെന്ന്. ഇതുപോലെ വലിയ ചികിത്സ നമ്മൾ ന്യൂസിലൊക്കെ കാണാറില്ല, ചികിത്സാ പിഴവ് സംഭവിക്കുമ്പോഴും മറ്റും ആരോഗ്യമന്ത്രിക്കും അല്ലെങ്കിൽ ഉയർന്ന ഹെൽത്ത് അതോറിറ്റിയിലൊക്കെ കംപ്ലൈന്റുകളൊക്കെ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹയർ അതോറിറ്റിക്ക് കംപ്ലൈന്റ്സ് കൊടുക്കാം. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. റൈറ്റ് ടു റിഡ്രസ്, പരാതി പരിഹാരം ആണ് ഉദ്ദേശിക്കുന്നത്. വായിച്ചു നോക്കാം. നമ്മളുടെ ആ ഒരു റൈറ്റ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 5 റൈറ്റ്സ് ആണ് പേഷ്യൻസിനുള്ളത്. അതാണ് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്തത്, പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അപ്പൊ അതിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ദെൻ പേഷ്യൻസിന്റെ 5 റൈറ്റ്സ്, പേഷ്യൻസിനുള്ള 5 അവകാശങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കിയത്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാത്തൊരു പോർഷൻ ആണ് കംപ്ലീറ്റ് ചെയ്തത്. സോ ഇന്ന് തന്നെ ഒന്ന് വായിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇന്ന് തന്നെ നിങ്ങൾ അത് വായിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. ഓക്കെ, എടുത്തത്രയും ഓക്കെ ആണോ? പുതിയ ചാപ്റ്റർ ക്ലിയർ ആണോ? എല്ലാവർക്കും റെസ്പോൺസ് ചെയ്യാണ്ടോന്ന്? ഓക്കെ ആണോ? ഓക്കെ, അപ്പോ നന്നായിട്ട് വായിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി അതിന്റെ കണ്ടിന്യൂഷൻ എടുക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.